ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് 1 മിനിറ്റ് കൊണ്ട് ഇതിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് നമുക്ക് പഠിച്ചാലോ? യെസ്, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തുണ്ട്? പ്രോസസ് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഡയറക്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചേഞ്ചസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡയറക്ഷൻസ് കൊടുക്കുന്നത് വഴിയാണ്. എൻഷുർ സ്റ്റെബിലിറ്റി, ഒരു ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നത് ഡയറക്ഷനിലൂടെയാണ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്, ആൻഡ് ദെൻ ഒരു ടീം വർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസിലൂടെയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടതാണ് 4 എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. എന്തായാലും എക്സാമിനുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർവ്യൂവിംഗ് ദ വർക്ക് ഓഫ് എംപ്ലോയീസ്. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ വീക്ഷിക്കുകയാണ്. അടുത്തൊരു കാര്യമാണ് മോട്ടിവേഷൻ. എന്ത് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ്. ഇത് 1 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്. അപ്പം എംപ്ലോയീസിനെ അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നതിനാണ് മോട്ടിവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തൊരു കാര്യമാണ് ലീഡർഷിപ്പ്. എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്? ഐഡിയാസ് ആയിക്കോട്ടെ, ഇൻഫോർമേഷൻസ് ആയിട്ട് കൃത്യമായിട്ട് എംപ്ലോയീസിലോട്ട് നമ്മൾ ആ ഒരു ഇൻഫോർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചോളൂ. എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ഈ ചാപ്റ്റർ.